ഹായ് ഹലോ, എൻ്റെ പേര് ഡോക്ടർ ഡാനിയൽ സെബാസ്റ്റ്യൻ. ഞാൻ മേരി ക്വീൻസ് ഹോസ്പിറ്റലിലെ മാക്സിലോഫേഷ്യൽ സർജനാണ്. നമ്മുടെ MQMH ഡെൻ്റൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡോക്ടറെ, എൻ്റെ പല്ലുകൾ നിറതെറ്റിയാണ് ഇരിക്കുന്നത്. എൻ്റെ താടിയെല്ലിന് വളർച്ച കുറവാണെന്നാണ് ഞാൻ ഇവിടെ കണ്ട ഒരു ഡെൻറ്റിസ്റ്റ് പറയുന്നത്. സോ പല്ലെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാകുമോ, അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 18 വയസ്സിന്, അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുട്ടിയുടെ മുഖത്തിൻ്റെ ഷേപ്പ്, ഒരാളുടെ മുഖത്തിൻ്റെ ഷേപ്പ് അതിൻ്റെ പല്ലുകളിൽ മാത്രമല്ല മുഖത്തെ എല്ലുകളെയും കൂടെ ബന്ധപ്പെടുത്തിയിരിക്കും. അപ്പോൾ എല്ലിന് നീളം കുറവാണ് അല്ലെങ്കിൽ എല്ലിന് വളർച്ച കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് നേരെയാക്കുന്നത് വേറെയാണ്, എല്ല് നേരെയാക്കുന്നത് വേറെയാണ്. അത് രണ്ടാണെന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. പല്ലിനുള്ള നിരകൾ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് കമ്പി ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിര റെഡിയാക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും പല്ല് നിൽക്കുന്നത് എല്ലിലാണ്. ആ എല്ലിൽ നമ്മൾ കമ്പി ഇടുന്നില്ല, എല്ല് നമ്മൾ നീട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയുന്നത്. കോസ്മെറ്റിക് സർജറിയാണ്. അതായത് നമ്മൾ ആദ്യമേ ഒരു പേഷ്യൻറ്റിന് വരും. പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ 4-5 സെറ്റ് ഓഫ് എക്സ്റേസ് ഉണ്ടാവും. സെഫാലോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞ അനാലിസിസുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് ആളുടെ താടിയെല്ലിന് നീളം കൂടുതലാണോ നീളം കുറവാണോ, എത്ര മില്ലിമീറ്ററാണ് കൂടുതൽ എന്ന് വരെ നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം ആൾക്ക് ആ സർജറി ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ താടിയെല്ല് കട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ആക്കി പ്ലേറ്റ് ചെയ്ത് വയ്ക്കും. ചിലവർക്ക് താടിയുടെ ടിപ്പ് മാത്രമായിരിക്കും കുറവുണ്ടായിരിക്കുക. അതായത് അവർ സംസാരിക്കുന്ന സമയത്ത് പാരറ്റ് ബീക്ക് പോലെ താഴത്തെ താടിയിൽ കുറച്ച് ഉള്ളിലേക്കിരിക്കും. അപ്പോൾ അവർക്ക് ജെനിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതിയായിരിക്കും. താടിയെല്ലിൻ്റെ ഒരു ടിപ്പ് മാത്രം കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി വെച്ച് പ്ലേറ്റ് ചെയ്യുന്നതിനാണ് ജെനിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇനി അതല്ല, ആൾക്ക് താഴത്തെ താടിയിൽ കംപ്ലീറ്റ്ലി നീളം കുറവാണെങ്കിൽ അതിന് ചെയ്യുന്നത് BSSO, അതായത് ബയലാറ്ററൽ സജൈറ്റൽ സ്പ്ലിറ്റ് ഓസ്റ്റിയോട്ടമി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ്. അത് ഫ്രണ്ടിലേക്ക് കയറ്റാനും ആവാം. ഇനി താടിയെല്ലിൽ നീളം കൂടിയ ആൾക്കാർക്ക് പുറകിലേക്ക് ഇറക്കാനും ഈ സർജറി തന്നെയാണ് ചെയ്യുന്നത്. രണ്ടും 2 ടൈപ്പാണെന്ന് മാത്രം. നേരെ മറിച്ച് ഫ്രണ്ടിലത്തെ മുകളിലത്തെ പല്ല്, ചിലവരുടെ പല്ലുകൾ മോണ ഉന്തിയതായിരിക്കാം. മോണ ഉന്തിയ ആൾക്കാർക്ക് പല്ല് താഴോട്ട് താത്തുന്നത് വരെ നമുക്കൊരു ചെറിയ പരിധി വരെ കറക്റ്റ് ചെയ്യും. ഇതിന് കാമോഫ്ലാജ് എന്ന് പറയും. ഒരു പരിധി വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ മോണ ഉന്തിയതാണെങ്കിൽ അതിന് മോണയുടെ ചികിത്സ വേറെ തന്നെ ചെയ്യണം. അതായത് ആ മോണയുടെ അടിയിലുള്ള എല്ല് നമ്മൾ ഒന്നെങ്കിൽ പുറകിലേക്കാക്കുകയോ അതല്ലെങ്കിൽ കുറച്ച് മുകളിലേക്ക് കയറ്റുകയൊക്കെ ചെയ്യുമ്പം, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള എല്ലുകളാണ്. ഓക്കെ, പല്ല് നിരതെറ്റിയത് നിരയാക്കുന്നത് കമ്പിയിട്ട് ശരിയാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള എല്ലിനെ ശരിയാക്കണമെങ്കിൽ സർജറി നിർബന്ധമാണ്.